യാത്രിക ഭാഗം 2. കർത്താവേ, ഇവനിതെന്ത് പറ്റി? ഡാ! അലക്സിൻ്റെ വിളി കേട്ട് അവൻ ഞെട്ടലോട് കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അപ്പോൾ അതൊക്കെ സ്വപ്നമായിരുന്നോ? അവൻ ചമ്മലോടെ മടിച്ച് അലക്സിനെ നോക്കി. നീ എന്താ കടലിൽ വലവീശാൻ പോകുന്നത് സ്വപ്നം കണ്ടോ? മീനെയും മീനെയും വിളിച്ച് പറയുന്നത്? അത് ഞാനതോ അവൻ കിടന്ന് പരിങ്ങി. ഇതിനാ മര്യാദയ്ക്ക് ഉറങ്ങണം എന്ന് പറയുന്നത്. ഇല്ല ഇതുപോലെ പിച്ചുമീൻ പറയും, പോയി കിടന്നിറങ്ങടാ. അതും പറഞ്ഞ് അലക്സ് വീണ്ടും കിടന്നു. ആദരവൊന്ന് ചൊല്ലി. പിന്നെ ഫോൺ ടേബിളിന്മേൽ വെച്ച് കിടന്നു. വടക്കൻ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് കൃഷ്ണപുരം. സാങ്കല്പികം. ആറും വയലുകളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ തികച്ചും ശാന്തസുന്ദരമായ ഒരു കാർഷിക ഗ്രാമം. കൃഷ്ണപുരത്തിൻ്റെ വടക്കേ അതിര് പുഴയാണ് കണ്ണാടിപ്പുഴ. ആ പുഴ കടന്നാൽ മാത്രമേ അവർക്ക് ടൗണുമായി ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. 6-7 വർഷം മുമ്പ് വരെ കടത്തായിരുന്നു അവിടെ. അന്നൊക്കെ മഴക്കാലത്ത് കുത്തിയൊലിച്ചു വന്ന മഴവെള്ളത്തിൽ തോണി മറിഞ്ഞ് 20 പേർ മരിച്ചതോടെ ജനങ്ങൾ സമരത്തിനിറങ്ങി. അങ്ങനെ കണ്ണാടിപ്പുഴയ്ക്ക് കുറുകെ പാലം വന്നു. ഈ കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായകനായ അഥർ പ്രഭാകരൻ ജനിച്ചതും വളർന്നതും. പഠനത്തിൽ മിടുക്കനായിരുന്ന അവന് വളർന്ന് പട്ടാളത്തിൽ ചേരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയിലൂടെ നീന്തുന്നത് ഒരു ഹരമായി മാറിയ അവന് ഇന്ത്യൻ നേവിയിൽ ചേരണം എന്ന ആഗ്രഹം ഉടലെടുത്തു. ചിതയ്ക്ക് കൊള്ളിവയ്ക്കാനുള്ള ഒരേ ഒരു ആൺതരി അവനെ കൺവെട്ടത്തിൽ നിന്നും മാറ്റി നിർത്താൻ ആ അച്ഛനമ്മമാർക്ക് ആവില്ലായിരുന്നു. പക്ഷേ മകൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവൻ ഇന്ത്യൻ നേവിയിൽ ചേർന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവന് പ്രിയപ്പെട്ട ഒന്ന് ഈ നാട്ടിലുണ്ട്. അവൻ്റെ എല്ലാമെല്ലാമായ മീനൂട്ടി എന്ന മിഥില. ക്ഷേത്രനടയ്ക്ക് മുന്നിൽ നിന്ന് മീനു കൈകൂപ്പി തൊഴുതു. ഈശ്വര ഭഗവാനെ, അറിയാലോ നിനക്ക്, എൻ്റെ അപ്പേട്ടൻ കടലിൻ്റെ നടുവിലാണ് ഉള്ളത്. ഒന്നും പറ്റാതെ നീ തന്നെ കാത്തോണം ഭഗവാനെ. അവൾ മനമുരുക്കി പ്രാർത്ഥിച്ചു. ശ്രീകോവിലിൽ നിന്ന് തിരുമേനി ഇറങ്ങി വന്നു. എന്താ മീനൂട്ടി, ഇന്ന് പതിവില്ലാതെ കാലത്ത് തന്നെ? തിരുമേനി ചോദിച്ചു. ഒന്നുമില്ല തിരുമേനി, മനസ്സിനൊരു സുഖമില്ല. വേണ്ടാത്തൊരു ചിന്തകളാണ്. എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ. എന്താ കുട്ടി പറയുന്നത്? ഇവിടെ ഈ ഭഗവാനുള്ളപ്പോൾ ശങ്കയെന്താ? എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അതും പറഞ്ഞ് തിരുമേനി നടന്നു. മീന് തൊഴുത ശേഷം പ്രസാദവും വാങ്ങി പുറത്തേക്ക് നടന്നു. ഇടവഴി പോയാൽ വേഗം വീട്ടിലെത്താം. പക്ഷെ വേണ്ട, റോഡിലൂടെ തന്നെ പോകാം. നേരെ മേലയിടത്തേക്ക് ചെല്ലാം. അതും കരുതി മീന് നടന്നു. കവലയിലെത്തിയപ്പോൾ കണ്ടു രാമേട്ടൻ്റെ ചായക്കടയിലെ ടെലിവിഷന് മുമ്പിൽ നാട്ടുകാരെല്ലാം തടിച്ചുകൂടി നിൽക്കുന്നത്. എന്താണ് അവൾ ഇത്ര കാര്യമായിട്ട്? ഇന്ന് ലോകകപ്പ് ഫുട്ബോളും ക്രിക്കറ്റൊന്നും ഇല്ലല്ലോ. അവളൊന്ന് ആലോചിച്ചു. അപ്പോൾ അതുവഴി 2 നാട്ടുകാർ സംസാരിച്ചു പോകുന്നത് കേട്ടു. എന്നാലും ആ ചെറുക്കനെ സമ്മതിക്കണം. ആ ഭീകരവാദികളുടെ പിടിയിൽ തലനാരിഴക്ക രക്ഷപ്പെട്ടതെന്നാണ് കേട്ടത്. മേലെടുത്ത ചെക്കനല്ലേ, ഉശിരി കാണാതിരിക്കുമോ? അത് കേട്ട് അവൾ ഒരു നിമിഷം നിന്നു. മേലെടുത്ത ചെക്കനോ? അപ്പേടിനെ കുറിച്ചാണോ വാർത്ത? അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഈശ്വര! അവൾ ഓടി ചായക്കടയിലേക്ക് കയറി. TV-യിലെ ന്യൂസ് അവൾ ശ്രദ്ധിച്ചു. അന്താരാഷ്ട്ര ഭീകരൻ ജാഫർ അലിയെ ഇന്ത്യൻ നേവൽ ഉദ്യോഗസ്ഥർ സാഹസികമായി പിടികൂടി. ജാഫർ അലി ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കനത്ത ജാഗ്രതയിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഇന്ന് പുലർച്ചെയാണ് ജാഫർ അലിയെയും കൂട്ടാളികളെയും പിടികൂടിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ വെടിയുതിർത്ത ജാഫർ അലിയെ മലയാളി കൂടിയായ നേവൽ ഓഫീസർ അഥർ പ്രഭാകരൻ സാഹസികമായാണ് കീഴടക്കിയത്. സ്ക്രീനിൽ അഥർവിൻ്റെ പടം തെളിഞ്ഞു. അത് കണ്ട് അവൾ ശരിക്കും തരിച്ചു നിന്നുപോയി. ഈശ്വര! അപ്പോൾ സ്വപ്നമല്ല, സത്യമായിരുന്നു. അവര് തന്നോട് കള്ളം പറഞ്ഞതാണ്. അവൾ നെഞ്ചിൽ കൈവച്ചു. എന്തായാലും ഇത് നമ്മുടെ നാടിനൊരു അഭിമാനമാണ്. നമ്മുടെ നാട്ടുകാരനായ ഒരു കൊച്ചു ചെറുപ്പക്കാരനല്ലേ ഒരു ഭീകരനെ പിടികൂടിയത്. അവൻ മിടുക്കനാണ്, നാരായണ പണിക്കർ പറഞ്ഞു. ഈ മുടുക്കൊക്കെ കാണാം. ആ ഭീകരൻ്റെ ആൾക്കാരെ വേറെയും കാണും. അവരവനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി, കേശവൻ പറഞ്ഞു. നിർത്തണ, അനാവശ്യം പറഞ്ഞാണല്ലോ. നാവ് ഞാൻ പിടിച്ചെടുക്കും. അപ്പോൾ ആരും ഒന്നും ചെയ്യില്ല. അവനെ മിടുക്കനാ. അഥർവിൻ്റെ ആത്മസുഹൃത്തായ ഉമേഷ് ദേഷ്യത്തോടെ തിരിഞ്ഞതും വാതിക്കലെല്ലാം കണ്ട് നടുങ്ങി നിൽക്കുന്ന മീനുവിനെ കണ്ടു. അവനൊന്ന് വല്ലാതായി. അവൾ നിറക്കണ്ണുകളോടെ തിരിഞ്ഞു നടന്നു. ഉമേഷൻ എല്ലാവരെയും നോക്കി. പിന്നെ അവളുടെ പിന്നാലെ ചെന്നു. മീനു, നീ അറിഞ്ഞില്ലേ നിന്റെ കാമകൻ്റെ ധീരത? ഇപ്പം അറിഞ്ഞു. രാവിലെ മുതൽ നെഞ്ചി കിടന്ന് പിഴക്കായിരുന്നു. വിളിച്ചിട്ട് എന്നിട്ടിപ്പം ഒരു വാക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു.
നിൻ്റെ സ്വഭാവം അവനറിയില്ല. ഇക്കാര്യം അറിഞ്ഞാൽ നീ പിന്നെ അവന് സൗകര്യം കൊടുക്കില്ലെന്ന് അവനറിയാം. മാത്രമല്ല അലമുറയിട്ട് കരയാനും തുടങ്ങും. അതായിരിക്കും അവൻ പറയാതിരുന്നത്. ഉമേഷിന് അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. എന്നാലും കേട്ടപ്പോൾ എന്തോ പേടിയാവുകയാണ്. വല്യങ്ങൊന്നും പാർവതിയമ്മ അറിഞ്ഞു ഈ വിവരം? അവൾ ഏവലാതിയോട് ചോദിച്ചു. പിന്നെ അറിയാതിരിക്കുമോ? ദൈവമേ, എന്നാൽ അവിടെ പാർവതിയമ്മ കഴിച്ചിലും ബഹളമൊക്കെ ആക്കും. ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അവൾ നടന്നു. വയൽവരമ്പിലൂടെ നടന്ന് കുഞ്ഞു ഇടവഴിയിലേക്ക് കയറി തിരിഞ്ഞ് അവൾ ചെമ്മണ്ണ് പാകിയ റോഡിലേക്കെത്തി. ഇതുവഴി പോയാൽ മേലെടുത്ത് തറവാടിൻ്റെ പടിപ്പുരയ്ക്ക് മുന്നിലെത്താം. നടന്ന് അവൾ പടിപ്പുരയ്ക്ക് മുമ്പിലെത്തി. ഗാംഭീര്യത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മേലെടുത്ത തറവാട്. ശരിക്കും ഒരു മാളിക തന്നെയാണത്. ആഠ്യത്വത്തിൻ്റെ പ്രൗഢി പിടിച്ചൊതുന്ന കൊത്തുപണികളൊക്കെയുള്ള തറവാട്ട് കെട്ട്. പടിപ്പുര കടന്ന് പോകുമ്പോഴേ കണ്ടു വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രഭാകരൻ തമ്പിയെ. അരികിൽ തന്നെ നിൽക്കുന്നു കാര്യസ്ഥൻ കുഞ്ഞിരാമനും. അവൾ പതിയെ നടന്നു ചെന്ന് മുറ്റത്ത് നിന്നു. വല്യങ്ങന്നേ, വിളിക്കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആഹാ, ഇതാരാ? മീനൂട്ടിയോ? എന്താ കാലത്തെ തന്നെ, അത് മീ വേഷത്തിൽ? പ്രഭാകരൻ ചോദിച്ചു. അവൾ പൂമുഖത്തേക്ക് കയറി. അത് ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ. പിന്നെ ചേച്ചിക്ക് വയ്യ. ഇന്ന് ഇവിടുത്തെ പണികളൊക്കെ ഞാൻ ചെയ്തോളാം, അവൾ വിനയത്തോട് പറഞ്ഞു. ശരി, എന്നാൽ അകത്തേക്ക് ചെല്ലേ. അയാൾ മൂളിക്കൊണ്ട് തല കുലുക്കി. അവൾ വേഗം അകത്തേക്ക് നടന്നു. അകത്തളം കടന്നു പോകുമ്പോഴേ കേട്ടു പാർവതിയമ്മയുടെ മുറിയിൽ നിന്ന് കരച്ചിലും മൂക്കുചീറ്റിലും. മീൻ അവിടേക്ക് ചെന്നു. കട്ടിലിരുന്ന് കരയുകയാണ് പാർവതി. അടുത്ത് തന്നെ സൗദാമിനിയുമുണ്ട്. പ്രഭാകരൻ്റെ ഒരു അകന്ന ബന്ധുവാണ് സൗദാമിനി. ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോൾ ആരും തുണിയില്ലാതിരുന്ന അവളെയും മകളെയും പാർവതി തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവിടുത്തെ ഒരു കാര്യസ്ഥയാണ് സൗദാമിനി. എല്ലാവരെയും ഭരിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അഥർവിന് മീനുവിനോടൊരു പ്രത്യേക താല്പര്യമുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ സൗദാമിനിക്ക് മീനുവിനെ കാണുന്നത് കലിയാണ്. തൻ്റെ മകൾ മിത്രയെ കൊണ്ട് അഥർവിനെ കല്യാണം കഴിപ്പിക്കണം എന്നുണ്ടെങ്കിലും മിത്രയ്ക്ക് അവനൊരു ഏട്ടനെ പോലെ ആയതുകൊണ്ട് ആ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാലും കിട്ടാത്ത മുതൽ പൊളിക്കുമെന്ന് പറഞ്ഞു നടക്കുകയാണ് അവർ. എല്ലാ വഴിയും ശരിയാക്കാം. സത്യം പറഞ്ഞാൽ അഥർമിതിലെ പ്രണയക്കത്തിലെ ഒരു കൊച്ചു വില്ലത്തിയാണ് ഈ സൗദാമിനി. അതൊക്കെ വഴിയെ പറയാം, കഥ നോക്കാം. എൻ്റെ എഴുതി ഇങ്ങനെ കരയാതെ. നമ്മുടെ കൊച്ചിന് ഒരു കുഴപ്പമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വിളിച്ച് പറയായിരുന്നില്ലേ? മാത്രമല്ല വെള്ളിയേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇല്ലേ അവിടെ ജോലി ചെയ്യുന്നവർ. അവരറിഞ്ഞാൽ പറയാതിരിക്കുമോ? സൗദാമിനി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വാർത്തയുടെ ടി വിയിലൊക്കെ പറയുന്നതല്ലേ, നേരെ ആർക്കറിയാം? അവനോട് ചോദിച്ചാലും എന്തേലും പറയുമോ? അവർ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞതാ ഈ ജോലി വേണ്ടെന്ന്. കേൾക്കണ്ടേ അവൻ? രാഷ്ട്രസേവനം അവൻ്റെ കടമയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മകൻ്റെ കർമ്മത്തിൽ അച്ഛനമ്മമാർ അഭിമാനിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അത് സത്യമല്ലേ പാർവതിയമ്മേ? മീനു ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. ശബ്ദം കേട്ട് ഇരുവരെ തിരിഞ്ഞു നോക്കി. മീനുവിനെ കണ്ടതും പാർവതിയുടെ മുഖം വിടർന്നു. സൗദാമിയുടെ മുഖം ഇരുണ്ടു. ദേഷ്യത്തോടെ അവൾ മുഖം തിരിച്ചു. നീയോ? വാ വാ, പാർവതി പറഞ്ഞു. മീന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. പ്രസാദമെടുത്ത് പാർവതിയുടെ നേരെ നീട്ടി. അവൾ ചന്ദനമെടുത്ത് നെറ്റിയും ചാർത്തി. പാർവതി അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അപ്പേടിന് ഒരു കുഴപ്പമില്ല. കൃഷ്ണപുരത്തെ കാണാനുള്ളപ്പോൾ അപ്പേടിന് എന്തെങ്കിലും ആപത്തുണ്ടാവാൻ സമ്മതിക്കുമോ? മീന് ചോദിച്ചു. പാർവതി കണ്ണു തുടച്ചു. അപ്പോൾ നീ പറഞ്ഞല്ലേ കാര്യങ്ങൾ? ചായക്കടയിൽ ടി വിയിൽ കണ്ടു അപ്പേട്ടൻ വർത്തമാനം പറയുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. പാർവതി ആണോ എന്ന ഭാവത്തിൽ അവളെ നോക്കി. സത്യ പാർവതി അമ്മ, അവൾ പാർവതിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. അപ്പോൾ ഫോണുമായി പ്രഭാകരൻ അവിടേക്ക് വന്നു. നിൻ്റെ അമ്മ ഇവിടെ കിട്ടുന്ന കരയുക. നീ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കൂ. പ്രഭാകരൻ ഫോൺ പാർവതിക്ക് നീട്ടി. അവൾ വേഗം ഫോൺ വാങ്ങി. വീഡിയോ കോളാണ്. മകനെ കണ്ടതും അവർ വിങ്ങിക്കരഞ്ഞു. എന്താ അമ്മ ഇത്? എനിക്കൊന്നുമില്ല, നീ കണ്ടില്ലേ? അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. നീ കള്ളം പറയുന്നതാ എനിക്കറിയാം. കള്ളല്ല അമ്മേ, സത്യ. ആ പൊണ്ണ അമ്മയോട് കള്ളം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. എനിക്ക് നിന്നെ കാണണം. ഇത്തിരി പെട്ടെന്ന് വാ. വരാമേ, ലീവിന് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ വരാം. അവൻ പറഞ്ഞത് കേട്ട് അരികിൽ നിൽക്കുകയായിരുന്ന മീനുവിൻ്റെയും കണ്ണുകൾ വിടർന്നു. നേരാണോടാ? സത്യം. സൂക്ഷിക്കണം. ഇനി അപകടത്തിലൊന്നും ചെന്ന് ചാടിയേക്കരുത്, കേട്ടല്ലോ? ശരി അമ്മേ. ഒന്നും ഓർത്ത് വിഷമിക്കാതെ മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോണം. പാർവതി കണ്ണ് തുടച്ചു. എന്നാൽ ഞാൻ വയ്ക്കാം. മോളെ മീനു, നീ ഇതൊന്ന് പ്രഭേട്ടനെ കൊണ്ടുപോയി കൊടുത്തേ. ഫോൺ കട്ട് ചെയ്യാനൊരുങ്ങിയ അഥർ അത് കേട്ടൊന്ന് നിന്നു. മീന് ഫോൺ വാങ്ങി നടന്നു. സൗദാമിനി രോഷത്തോടെ അവളെ നോക്കി. ഡി കാന്താരി. അവന് വിടിയിട്ട് അവൾ ഫോണിലേക്ക് നോക്കി.
സെറ്റുമുണ്ട് എടുത്ത് മുല്ലപ്പൂ ചൂടി നെറ്റിയിൽ ചന്ദനം ചാർത്തി തന്നെ നാട്ടിൻപുറത്തുകാരിയായ മീനുവിനെ കണ്ട് അവൾ നെഞ്ചു തുടിച്ചു. അവൾ മുഖം വീർപ്പിച്ച് നിന്ന്. എന്തു പറ്റി എൻ്റെ പ്രിയതമ്മയ്ക്ക്? മിണ്ടരുത്. കാലത്ത് ഞാൻ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ, നീ അറിഞ്ഞില്ലേടിയെല്ലാം. അതുപോലെ വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് കാണാൻ വേണ്ട പോ. അവൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. മീനു അവൾ വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും കട്ടായി. പുള്ളിക്കാരി കലിപ്പില്ല. ഏതായാലും നാട്ടിൽ ചെല്ലാതെ, അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ആവോ, ഇപ്പോഴൊന്ന് ആശ്വാസമായത്, പാർവതി നെടുവീർപ്പോടെ പറഞ്ഞു. സൗദാമിനി പുഞ്ചിരിച്ച്. വെള്ളിയെടുത്ത് വന്ന് വെള്ളത് കഴിക്കൂ, സൗദാമിനി പറഞ്ഞു. ശരി. പാർവതി കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഇരുവരും അകത്തളത്തിലേക്ക് നടന്ന് വന്നതും മീനു അവിടേക്ക് വന്നു. എടി, എവിടെ ഇരുന്ന് ചേച്ചി? ഇവിടെ കാലത്തെ തന്നെ 100 കൂട്ടം പണിയെടുക്കുമ്പോഴാണ് ഇനിയും വരാറായില്ലേ? സൗദാമിനി ദേഷ്യത്തോട് ചോദിച്ചു. മീനു ഒന്നും വല്ലാതെ. അത് ചേച്ചിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തോളാം ജോലിക്ക്, അവൾ പറഞ്ഞു. എൻ്റെ വേഗം ഈ വേഷമൊക്കെ അറിയവാ, അടുക്കളയിൽ കുറേ പാത്രം കഴുകാനുണ്ട്, സൗദാമിനി പറഞ്ഞു. അവൾ തിരിഞ്ഞു നടന്നു. വേഗം വന്നേക്കണം കേട്ടല്ലോ, സൗദാമിനി പറഞ്ഞു. വീടിന് പിന്നീട് ചായപ്പിലേക്ക് മീനു ചെന്നു. വാതിൽ ചേർത്തടച്ച് അയ്യിൽ തൂക്കിയിരുന്ന ഒരു ഹാഫ് സാരി അവൾ എടുത്തു. ഈശ്വര, താൻ ഈ മോഹിക്കുന്നത് സ്നേഹിക്കുന്നതൊക്കെ ഒരു തെറ്റാണോ? മേലെടുത്ത് വീടിൻ്റെ അടുക്കള തിണ്ണയിലിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവളാണ് താൻ. മേലെടുത്ത വേലക്കാരി ഭാഗ്യയുടെ മകൾ. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ് പലതവണ. പക്ഷെ അപ്പുവേട്ടൻ്റെ സ്നേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. എന്തൊക്കെയായാലും താൻ ഈ വീട്ടിലെ ജോലിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ ബന്ധം അംഗീകരിച്ചു തരില്ല. എല്ലാറ്റിനും ആ ഭഗവാൻ തന്നെ പരിഹാരം കാണട്ടെ. എടി മീനു, നീ അവിടെ എന്തെടുക്കുക? സൗദാമിനിയുടെ നീട്ടിയുള്ള ചോദ്യം കേട്ട് ചിന്തയിൽ നിന്നുണർന്ന് വേഗം വേഷം മാറി. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു. പൈപ്പിൻ ചുവട്ടിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നു സൗദാമിനി. ദേ വേഗം ഇതൊക്കെ കഴുകുക. അലക്കാനുള്ള തുണികളൊക്കെ അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ നനച്ചിടണം കേട്ടല്ലോ, സൗദാമിനി പറഞ്ഞു. മീനു തലകുലുക്കി പണി തുടങ്ങി. പാത്രം കഴുകലും അലക്കും കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ തളർന്നു. ക്ഷീണത്തോടെ അവൾ അടുക്കളയിൽ വന്നിരുന്നു. വെള്ളമെടുക്കാനായി പാർവതി അവിടേക്ക് വന്നു. എന്താ മോളെ, എന്തു പറ്റി? നല്ല ക്ഷീണമുണ്ടല്ലോ, അവളുടെ മുഖത്ത് നോക്കി പാർവതി ചോദിച്ചു. ഒന്നുമില്ല പാർവതി അമ്മേ, ഞാനെന്തോ ക്ഷീണം തോന്നിയിരുന്നതാ. നീ കാലത്തൊന്നും കഴിച്ചില്ലേ? അവളൊന്ന് പരിങ്ങി. അവർക്ക് കാര്യം പിടികിട്ടി. മതി, ഇനി വെറുതെ കഴിച്ചിട്ട് മതി പണി. വന്നേ. പാർവതി പ്ലേറ്റ് എടുത്ത് തുറന്ന് അതിലേക്ക് ദോശയും കറിയും പകർന്നു. കഴിച്ച്. പാർവതി പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. അവൾ മടിച്ചെന്ന്. കഴിക്കൂട്ടി, അവൾ പറഞ്ഞു. മീനു പ്ലേറ്റ് വാങ്ങി. പാർവതി ചിരിച്ചുകൊണ്ട് അത് നോക്കി നിന്നു. അപ്പോൾ സൗദാമിനി അവിടേക്ക് വന്നു. നീ ഇവിടെ നിന്ന് വെട്ടി വീഴുകയാണ്, അവിടെ എന്തൊക്കെ പണിയുണ്ടെന്നോ? സൗദാമിനിയുടെ ചോദ്യം കേട്ട് മീനു ഒന്ന് വല്ലാതായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട് പാർവതിക്ക് ദേഷ്യം വന്നു. സൗദാമിനി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിനാണോ ഇങ്ങനെ ചോദിക്കുന്നത്? പാർവതിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് വിരണ്ടു. അല്ലയിടത്തി, അത് ഒന്നും പറയണ്ട. മേലെടുത്തി തറവാട്ടിലാരും ഒന്നും കഴിക്കാതെ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ വയറ് നിറച്ചിട്ടേ തറവാട്ടിലുള്ളവർ കഴിക്കൂ. അറിയില്ലേ നിനക്ക്? പാർവതി മീനുവിനെ നോക്ക്. അവൾ കഴിച്ചോ? അവൾ ചിരിച്ചു. സൗദാമിനി അവളെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. മീനു, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നീ മുകളിൽ ചെന്ന് അപ്പൂൻ്റെ മുറി ഒന്ന് ക്ലീൻ ചെയ്തിടണം. അവരെപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. സർപ്രൈസ് എന്നും പറഞ്ഞ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയായിരിക്കും വരിക. അത് കേട്ട് മീനുവിൻ്റെ മുഖം വിടർന്നു. ശരി പാർവതി അമ്മേ. അല്ലയിടത്തി, അത് ആ തേങ്ങയൊക്കെ കളത്തിലേക്ക് മാറ്റണേ. അതൊക്കെ നാണുവേട്ടൻ്റെ പണിയാണ്, അവർ ചെയ്തോളും. ഇവളെ കൊണ്ട് ഈ വീട്ടിലെ ജോലി മാത്രം ചെയ്യിച്ചാൽ മതി കേട്ടല്ലോ. അതും പറഞ്ഞ് പാർവതി നടന്നു. മീനുവിനെ ഒന്ന് നോക്കി സൗദാമിനിയും മുഖം വെട്ടിച്ച് തിരിഞ്ഞു നടന്നു. എടത്തി. സൗദാമിനിയെ വിളിയിട്ട് പാർവതി നിന്നു. എന്താ? ഇത് കുറച്ച് കൂടുതലായിടത്തി. ആ പെണ്ണിന് അധികം ലാളനയും വാത്സല്യമൊന്നും കൊടുക്കുന്നത് അത്ര നല്ലതിനല്ല. പാർവതി അവളെ രൂക്ഷമായി നോക്കി. സൗദാമിനി, വേണ്ട. മീനു എനിക്ക് എൻ്റെ സ്വന്തം മകളെ പോലെ. അവളില്ലായിരുന്നെങ്കിൽ എൻ്റെ അപ്പുമോൻ ഇന്ന് ഉണ്ടാവുമായിരുന്നു. ഓർമ്മയില്ലേ നിനക്ക്? കുത്തിയാൽ ചുഴുകുന്ന പുഴയിൽ വീണ എൻ്റെ പൊന്നുമോനെ ജീവൻ പണയം വെച്ച അവളന്ന് രക്ഷിച്ചത്. അത് വെറും 10ാമത്തെ വയസ്സിൽ. അന്ന് അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ്. അത് പറഞ്ഞത് പാർവതി കണ്ണു തുടച്ചു. ഓ,
എന്ന് പറഞ്ഞിട്ട് എന്താ, സ്വന്തം തന്ത മുങ്ങിച്ചാകുമ്പോൾ രക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. അത് കേട്ട് പാർവതിയുടെ മുഖം ചുവന്നു. നീ ഒന്നും മിണ്ടാതെ പോയാൽ അവളെ കൊണ്ട് നീ ഭാരിച്ച ജോലിയൊന്നും ചെയ്യിക്കാൻ നിൽക്കണ്ട. അപ്പോൾ വന്നാൽ തീരെ വേണ്ട കേട്ടല്ലോ. പാർവതി ദേഷ്യത്തോട് പറഞ്ഞു. സൗദാമിനി അമർത്തി മൂളി. പാർവതി പോയതും സൗദാമിനി അവളെ നോക്കി കൊഞ്ഞനും കൊത്തി. തലക്കേറ്റ് വെച്ചോളെ, ഒടുക്കും അടുക്കളക്കാരിയെ കെട്ടണമെന്ന് മോൻ പറഞ്ഞാൽ ഇതേപോലെ തന്നെ പറയണം. ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് സൗദാമിനി തിരിഞ്ഞു നടന്നു. തുടരും.